സാധ്യതകളോ അസ്തമിച്ചു പോയിയോ, സോദരങ്ങളോ അകന്നു മാറിയോ. സ്നേഹം എടുക്കും യേശുനാഥ സകലത്തിനും ജയം തന്നുവല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ കരുതിടണേ, ഇനിയും നടത്തണേ തിരുനിലോ. ഇനിയും കൃപ കരുതിടണേ, ഇനിയും നടത്തണേ തിരുനിലോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈകൾ വീശി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യെശയ്യാ 52:12. ഐശയ്യാ 52:12. കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നടക്കും, കർത്താവ് നിന്റെ മുമ്പിൽ നടക്കും, ഇസ്രായേലിന്റെ ദൈവമായിരിക്കും, ഇസ്രായേലിന്റെ ദൈവമായിരിക്കും, നിങ്ങളുടെ പിൻകാവൽക്കാരൻ. നിങ്ങളുടെ പിൻകാവൽക്കാരൻ. അപ്പോൾ രണ്ട് സംരക്ഷണം, ഡബിൾ എഡ്ജ് സംരക്ഷണമാണ്. മുമ്പിലും നമുക്ക് പുറകിൽ കണ്ണിലല്ല, അതുകൊണ്ട് പുറകിലും ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാവും. പിന്നെ എന്താണ്, മുമ്പിലും സംരക്ഷണം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഈ നമുക്ക് നഷ്ടപ്പെടുന്നത്, വേറെ ഒരു ദൈവത്തെ പ്രതിഷ്ഠിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ സംരക്ഷണമാണ്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, ദൈവത്തെക്കാൾ ഉപരി മറ്റു വ്യക്തികൾക്ക്, വസ്തുക്കൾക്ക്, വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംരക്ഷണം നഷ്ടപ്പെടുത്തുവാൻ എന്നെ അനുവദിക്കരുത്, എന്നെ അനുവദിക്കരുത്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. കരുണ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സംരക്ഷണം മാത്രമല്ല, അത് ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ പറയുന്നത്, നമ്മൾ സാക്ഷ്യം അപ്പിട്ടുണ്ടെന്ന് നോക്കിക്കണേ. സാക്ഷ്യം പറയണത്, അദ്ദേഹം വാങ്ങിച്ച പുതിയൊരു സ്ഥലത്ത് വലിയ ഉയരമുള്ള ഒരു അകലെ, ആ സ്ഥലത്തിന് നടുവാണ് ഒരു പഴയ വയസ്സൻ ആഞ്ഞിൽ നിൽക്കുക. അപ്പോൾ ഇത് കാറ്റത്ത് എങ്ങനെ ചുവട് പറഞ്ഞ് വീഴുകയാണെങ്കിൽ ഇങ്ങയുടെ വീട് കുറച്ച് 10-20 മീറ്റർ അകലെയാണെങ്കിലും ഇത് ചാഞ്ഞ് നിൽക്കുന്ന സംഭവമാണ്. ഇത് വീണ് കഴിഞ്ഞാൽ ഇയാളുടെ പെരയെ വന്ന് വീഴും. പക്ഷെ ആ മനുഷ്യനോട് വെട്ടാൻ പറയാൻ പറ്റത്തില്ല. എന്താ കാര്യം? അദ്ദേഹത്തിൻ്റെ പറമ്പിൽ നടുക്ക് നിൽക്കണ ആഞ്ഞിലിയാണ്, ഇതുമായിട്ട് ബന്ധമില്ല. ശരിക്കും വെട്ടാൻ പറയാൻ പറ്റത്തില്ല. എന്നാലും പുള്ളിക്കാരൻ പേടിച്ച് കിട്ടി വെട്ടാൻ പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞ്, അത് നിങ്ങളുടെ തലയെ വന്ന് വീണിട്ടില്ലല്ല,
വീണ മുമ്പ് ഇങ്ങനെ ഗസ് ചെയ്തിട്ട് ഇത് വീഴുമെന്നും പറഞ്ഞുകൊണ്ട് ഗസ് ചെയ്തിട്ട് എൻ്റെ പുരയിടത്തിലെ വസ്തു എങ്ങനെയാണ് ഞാൻ കളയണത്, അതിന് റൈറ്റ് നിങ്ങൾക്കില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ല, ബ്ലോക്കാവും. ഇപ്പോൾ ഈ ബ്ലോക്ക് ജീവിതത്തിൽ ഇത് ജീവിതം ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കാണുന്നത് ജീവിതത്തിൻ്റെ സ്വാഭാവിക യഥാ വിഷയങ്ങളല്ലേ, അതിനെ എങ്ങനെയാണ് വചനവുമായിട്ട് ലിങ്ക് ചെയ്യണമെന്നാണ് ഉടമ്പടി അന്വേഷിക്കുന്നത്. എല്ലാം ഉടമ്പടിയുടെ പരിധിയിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ റഡാറിൽ വരുന്നതാണ് ജീവിതത്തിൻ്റെ ഓരോ സൂക്ഷ്മമായിട്ടുള്ള അംശങ്ങളും. അപ്പം ഒരെണ്ണത്തിന് കർത്താവ് മറ്റൊന്ന് RDO ആണെന്ന് പറയരുത്. അത് ഇപ്പോൾ പാർട്ടിക്കാരോട് ഇന്ന് പറഞ്ഞു, ചേട്ടാ ഈ ആഞ്ഞിൽ വെട്ടണമെന്ന് പറഞ്ഞാൽ അവരോട് പറയും അത് RDOക്ക് പെറ്റീഷൻ കൊടുക്കണം, അതിന് വില്ലേജ് ഓഫീസിൽ പോയി വേണമെന്ന് പറയും. അതാണ് എൻ്റെ ലോകത്തിലെ നിയമം, അതാണ് നിയമം. അപ്പം അങ്ങനെ RDO വന്നാലും വെട്ടാൻ പറ്റത്തില്ല. കാര്യം ഇത് പറമ്പിൽ നിൽക്കുകയാണ്, അവരുടെ പറമ്പിൽ നടുക്കെങ്ങനെ നിൽക്കുന്ന സംഭവമാണ്. വല്ല അരികെ വല്ലതും ആണെങ്കിൽ നമുക്ക് പറയാം, ഗസ് ചെയ്യാം, ഇത് വീഴുമെങ്കിൽ ഇങ്ങോട്ട് വീഴും. അപ്പോൾ അവിടെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ എന്ത് ചെയ്ത്, പക്ഷേ ഇത് ഉറഞ്ഞു നിൽക്കണ കാരണം അദ്ദേഹം പറഞ്ഞ് കമ്പി ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ കമ്പി ഇട്ട് കൊടുത്ത്, കമ്പി ഇട്ട് വലിച്ച് കെട്ടി. പക്ഷേ കാറ്റ് വന്നപ്പോൾ കമ്പി പൊട്ടിപ്പോയി. അപ്പോൾ കുറച്ചുകൂടി ചാഞ്ഞ സാധനം. അപ്പോൾ രണ്ടാമത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ വെക്കാൻ പോണത് ഇതാണ് ഒരു കാര്യം, ഈ പ്രാവശ്യത്തെ ഉടമ്പടി പുതുക്കാൻ പോകുമ്പോൾ ഞാൻ ആഞ്ഞിലിയുടെ കാര്യമാണ് വെക്കണമെന്ന് പറഞ്ഞു. വെക്കണമെന്ന് പറഞ്ഞതേ ഉള്ളൂ, പുള്ളി വെച്ചില്ല. വെച്ചാൽ എഴുതാൻ പോകുകയായിരുന്നു. എഴുതാൻ പോകുമ്പോൾ ആ സെക്കൻഡിൽ തന്നെ ഈ പറമ്പുകാരൻ പുള്ളി വിളിക്കും, ആവശ്യപ്പെട്ടാൽ ഞാൻ ഈ സാധനം വെട്ടി കേട്ടോ എന്ന് പറയും. അത്രയും സ്പീഡാണിത്. ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണം. ഉടമ്പടി ഇത്രയുമാണ് സ്പീഡായിട്ട് നിൽക്കണമെന്ന് ഓർത്തേക്കണം. ഇതെല്ലാം മാതാവ് നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കുന്ന ക്രമീകരണങ്ങളാണ്. ഒരു വഴക്കൊഴിവാക്കി, ഒരു പോലീസ് ദൈവം ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ സൈഡ് എഫക്ട്സ് കുറവായിരിക്കും. ഇപ്പോൾ ആൾക്കാർ ഇംഗ്ലീഷ് മരുന്ന് അധികം കഴിക്കുന്നതിന് ചിലർ കഴിപ്പിക്കാത്തത്. ഡോക്ടർമാരാണെങ്കിൽ നഴ്സുമാരും ഒരിക്കലും, ഇപ്പോൾ പണ്ട് ഇവിടെ ഒരു നേഴ്സ് 2 കുഞ്ഞുങ്ങളെ കൊണ്ട് വരുമായിരുന്നു. അവർ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ രോഗവും ക്ഷീണമൊക്കെ എന്നോട് പറയും. അവരൊക്കെ കോയിലെ നേഴ്സാണ്. എപ്പോഴും പറയും ഞാനിവന് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കണു, അതിന് എത്ര കൊടുത്ത് കൊച്ചിൻ്റെ അവസ്ഥ ഇങ്ങനെ. അപ്പോൾ ഞാനോടത്ത് ഈ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ എൻ്റെ വലിയ പിശാചാന സാധനമാണെന്നാണ്. അവർക്ക് ആൻറ്റിബയോട്ടിക്സിൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് നല്ലോണം അറിയാം. അത് കാരണം ഒരു ഗുളിക കൊടുക്കാൻ പോലും അവർ തയ്യാറല്ല. പക്ഷേ കൊച്ചിനാണ് ക്ഷീണം മാറണമില്ല. കാര്യം എന്താ, ഈ ഗുളികയുടെ സൈഡ് എഫക്ട്സൊക്കെ നേഴ്സിനെ കൃത്യമായിട്ട് അറിയാം. അത് കൊടുക്കാനൊക്കെ മനസ്സില്ല, പക്ഷേ കൊച്ച് നന്നാകണമില്ല. ഒരു 10-20 വർഷം മുമ്പുള്ളതാണ്. ഇന്നാൾ ആ കൊച്ച് വന്നായിരുന്നു ഇവിടെ, മിട്ടിക്കനായിട്ട് ഒരു ജോലിയൊക്കെ കിട്ടി അവൻ വന്നായിരുന്നു ഇവിടെ. പണ്ട് അമ്മയുടെ അരയിരുന്ന് വന്ന കക്ഷിയാണ്. അപ്പോൾ എന്നാലും അതുപോലെ തന്നെയാണ് ഈ സൈഡ് ഇഫക്ട്സ്. ദൈവം ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ സൈഡ് ഇഫക്ട്സ് ഉണ്ടാകത്തില്ല. മറ്റുള്ളവരുടെ ഉടക്കുകയോ വൈരാഗ്യങ്ങളുണ്ടാകുകയോ. അപ്പം അതുകൊണ്ട് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു വിഷയം, പകുതി ദൈവവും നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, പകുതി ദൈവവും പകുതി ഭൗതിക മെഷീനറിയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ അല്ലാതെ ദൈവരാജ്യത്തിൽ തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ദൈവരാജ്യത്തിൽ തന്നെ. ഇപ്പോൾ ദൈവരാജ്യത്തിൽ തന്നെ കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മളെല്ലാത്തിനേക്കാളും, അതായത് ഉടമ്പടി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. കാര്യം ഉടമ്പടിയിൽ ആദ്യം പറഞ്ഞത് എന്താണ്, അവൻ പറഞ്ഞ പോലെ ചെയ്യുക. എന്താ പറഞ്ഞിരിക്കുന്നത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവരാജ്യ പൈതലെന്ന് പറയുമ്പോൾ എല്ലാ വിഷയങ്ങൾക്കും തന്നെ ദൈവരാജ്യം ഉപയോഗിക്കും. ഈ പുതുമനയുടെ സാക്ഷ്യത്തിൽ വേറെ ഒരു സാക്ഷ്യമുണ്ട്. വേറെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത് മഹദിന് കുർബാന സ്വീകരിക്കാൻ പറ്റണില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ആരും സാമ്പത്തികമായി ചതിച്ചു. സാമ്പത്തികമായി ചതിച്ച കാരണം അയാളോട് കടുത്ത വൈരാഗ്യം. ഇപ്പം കടുത്ത ബുദ്ധിയും ബോധം ഉള്ളവൻ, ദൈവത്തിന് അറിയാവുന്നവൻ കടുത്ത വൈരാഗ്യം ഉണ്ടെങ്കിൽ അവൻ കുർബാന സ്വീകരിക്കത്തില്ല. അലവലാദികൾ എവിടുന്ന് എന്തെല്ലാം വൈരാഗ്യം ഉണ്ടെങ്കിലും കുർബാന സ്വീകരിക്കും. അവിടെ നാശകോടാലി അവർ തന്നെ പാനം ചെയ്യും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അയോഗ്യതയുടെ കുർബാന സ്വീകരിക്കുന്നവൻ സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി മഹത്വം 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 ഹല്ലേലൂയ. ആരാധന യേശുവേ ആരാധന. 1
1 കൊരിന്തോസ് 11:29. 1 കൊരിന്തോസ് 11:29. എന്തുകൊണ്ടെന്നാൽ എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കുർബാന സ്വീകരിക്കുമ്പോൾ അതുകൊണ്ട് ഇവിടെ മനസ്താപണമൊക്കെ ചെല്ലിച്ച് കുറേ ഉപദേശങ്ങളൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടാണ് കുർബാന കൊടുക്കുന്നത് കൃപാസനത്തിൽ. പക്ഷേ എന്നാലും ചിലർ വൈരാഗ്യത്തിലും വിദ്വേഷത്തിലും അവനെ പാപാവസ്ഥയിലും കുർബാന സ്വീകരിക്കും. അപ്പോൾ ഒരു ഉണ്ടാകുന്ന കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് ദൈവമായിട്ടൊരു 7 പോയിൻ്റ് വരെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് അയോഗ്യത കുർബാന സ്വീകരിച്ച് ഇവിടുന്ന് പോകുമ്പോൾ അത് 3 പോയിൻ്റായിട്ട് റിഡ്യൂസ് ചെയ്യും. നിങ്ങളുടെ സ്പിരിച്വൽ പോയിൻ്റ് കുറയും. നമ്മൾ സിവിൽ പോയിൻ്റ് കുറഞ്ഞുമ്പോൾ ലോകം കിട്ടത്തില്ലല്ല. അതുപോലെ ദൈവാനുഗ്രഹം കിട്ടത്തില്ല. നിങ്ങളുടെ സ്പിരിച്വൽ പോയിൻ്റ് കുറഞ്ഞാൽ ദൈവാനുഗ്രഹം കിട്ടത്തില്ല. കാര്യം വൈരാഗ്യത്തിൽ നിങ്ങൾ കുർബാന സ്വീകരിച്ചു, പകയിലും വിദ്വേഷത്തിലും കുർബാന സ്വീകരിച്ചു. വീട്ടിൽ മിണ്ടത്തില്ല ഭർത്താവിനോടും അല്ലെങ്കിൽ ഭാര്യയോടും, പക്ഷേ കുർബാന സ്വീകരിക്കും. അതാണ് വിഷയം. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അയോഗ്യതയുടെ കുർബാന സ്വീകരിക്കുന്നത് നിസ്സാര കാര്യമായിട്ടല്ല. കാര്യം കൃപ എന്താണ് കർത്താവിൻ്റെ ശരീരമെന്ന് വിവേചിക്കാതെയാണ് ചെയ്യണത്. അതുകൊണ്ടാണ് അവർ വന്ന് കുർബാന സ്വീകരിച്ച് നാട്ടുകാരെ കാണിക്കും. അപ്പോൾ നാട്ടുകാരെ കാണിക്കുമ്പോൾ ഞാൻ ഭക്തനാണ്, വിശ്വാസിയാണെന്നതും ഇവർ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ എന്തോ ഓരോ അച്ഛന്മാർ പറഞ്ഞിട്ടുണ്ട്. കുർബാനയൊക്കെ പങ്കെടുക്കുമ്പോൾ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ കുർബാന പങ്കെടുക്കാത്തതിന് തുല്യമാണെന്നൊക്കെ പറയും. പക്ഷേ അത് അച്ഛന്മാർ പറഞ്ഞിരിക്കണത് എന്താ കാര്യം? കുർബാനയ്ക്ക് പങ്കെടുക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധിയോടെ തന്നെ പങ്കെടുക്കാൻ വേണ്ടി അങ്ങനെ പറയണത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. എൻ്റെ പേര് ഷീബ ജെയിംസ്. ഞാൻ വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയ അംഗമാണ്. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2022 ഒക്ടോബർ 5-ാം തീയതിയാണ്. അന്നിവിടെ ആദ്യമായിട്ട് കടന്നു വരുമ്പോൾ ഇങ്ങനെ തകർന്ന മനസ്സോടുകൂടി കരഞ്ഞ് ആണ് ആദ്യമായിട്ട് വന്നത്. പക്ഷേ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് കണ്ണീരില്ല. ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ മകന് ജനിച്ച അന്ന് മുതൽ എന്നും അസുഖമായിരുന്നു. അവൻ്റെ പേര് ഇമിനോഫിൻ, മോൻ്റെ പേര്. അവന് എന്നും അസുഖം. ആഴ്ചയിൽ ഒരു 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റാവും. അങ്ങനെ ചെറുപ്പം മുതൽ അസുഖമായി മരുന്നൊക്കെ കഴിച്ച് എപ്പോഴും അവനൊരു ഊർജ്ജസ്വലതയില്ലാതെ ആണ് അവൻ്റെ ഇരിപ്പ്. LKGയിലൊക്കെ ചേർത്തു, സ്കൂളിൽ ചേർത്തിട്ടും കുട്ടികളുടെ കൂടെ കളിച്ചിട്ടും അവൻ കളിക്കാനൊന്നും പോകാറില്ല. അവനിങ്ങനെ എപ്പോഴും എവിടെയെങ്കിലും പോയി ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. അപ്പം മരുന്ന് അതുപോലെയാണ് ചെല്ലുന്നത്, ഹെവി ഡോസ്. ഭക്ഷണം അധികം കഴിക്കാറില്ല. അപ്പം ഹെവി ഡോസ് മരുന്ന് പോയിട്ട് എപ്പോഴും ഒരു മൂകത പോലെ എവിടെയെങ്കിലും പോയി ഒതുങ്ങി ഇരിക്കും. അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ എപ്പോഴും കിടക്കും. കളിക്കേണ്ട പ്രായത്തിലൊന്നും അവനധികം ഓടി കളിക്കാറില്ല. അങ്ങനെ 9ാം ക്ലാസ് വരെ അവൻ പഠിച്ചു. 9ാം ക്ലാസ് കഴിഞ്ഞപ്പം 10ാം ക്ലാസ്സിലേക്ക് കയറിയപ്പോഴാണ് SSLC എക്സാം എന്ന വലിയൊരു കടമ്പ വന്നത്. അപ്പോൾ സ്കൂളുകാർക്ക് ബുദ്ധിമുട്ടായി. ഇവനെ എങ്ങനെ എഴുതിപ്പിക്കും? സ്കൂളിൽ എക്സാം എഴുതിപ്പിക്കുന്ന കാര്യമൊക്കെ വന്നപ്പോഴത്തേക്കും ഞങ്ങളെ അവർ വിളിപ്പിച്ചു. എല്ലാവർക്കും വിഷമമായി. അവസാനം സ്ക്രൈബിനെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കാമെന്നുള്ള രീതിയിലായി. 10ാം ക്ലാസ്സിൽ സ്ക്രൈബ് എക്സാം എഴുതി അവൻ SSLC പാസ്സായി. അതിനുശേഷം വീട്ടിൽ അവൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവൻ ചെയ്യാനും ഒക്കെ മിടുക്കനാണ്. അപ്പം ഞങ്ങളും അവനെ വഴക്ക് പറയാൻ തുടങ്ങി. നീ വീട്ടിൽ മിടുക്കനാണല്ലോ, അപ്പോൾ അതുപോലെ നിനക്ക് പഠിക്കുന്ന കാര്യത്തിലൊന്ന് ശ്രദ്ധിച്ചാൽ എന്താ എന്നപ്പം ഞങ്ങളും കൂടി വഴക്ക് പറഞ്ഞപ്പോൾ അവനത് മാനസികമായിട്ട് ഒത്തിരിയേറെ മുറിവുകളുണ്ടാക്കി. അവനത് ഈ അടുത്ത ഇടെയാണ് ഞങ്ങളോടതൊക്കെ പറയുന്നത്. അങ്ങനെ വീണ്ടും +2 കൊണ്ടേ ചേർത്തു. +2 ഇതേ അനുഭവം തന്നെ. ഒരു 2 ആഴ്ച കൂടുമ്പോൾ 3 ദിവസമൊക്കെയാണ് അവൻ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്നത്. അവസാനം അവിടെയും സ്ക്രൈബ് തന്നെ അവൻ എഴുതേണ്ടി വന്നു. അങ്ങനെ എക്സാമൊക്കെ എഴുതി പാസ്സായി. പിന്നീട് അവന് പഠിക്കണം എന്നില്ല. അവൻ ഞങ്ങളോട് പറയുന്നില്ല,
പഠിത്തമൊക്കെ വെറുത്തു, ഇനി ഒന്നും വേണ്ട, ഞാൻ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ജീവിച്ചോളാമെന്നൊരു ഇതായിരുന്നു അവന്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ കാശുരൂപം പിടിച്ച് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കും, മാതാവിനോട് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കും. ഇവനൊരു വേദനയായിരുന്നു വീട്ടിൽ, എപ്പോഴും അസുഖം. ഇവനൊന്ന് ചുമച്ച് കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം പോവും. എന്തോ അസുഖമാണെന്ന് നമുക്കറിയാം. ഓണത്തിനോ ക്രിസ്തുമസിനോ ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ അന്ന് നല്ല ഭക്ഷണം കഴിച്ച് അവനൊന്ന് ഛർദ്ദിക്കും, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു പനിക്കോള് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരിയേറെ വിഷമിച്ചിരുന്നു. എനിക്ക് മനസ്സിലിങ്ങനെ തോന്നി, ഞങ്ങളുടെ ഒരു 2 കിലോമീറ്ററുള്ളിൽ ഒരു പോളിടെക്നിക് കോളേജ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി അവരോട് ചോദിക്കാം, പഠിച്ചെഴുതാൻ പറ്റാതെ പ്രാക്ടിക്കലൊക്കെ ചെയ്യാൻ പറ്റുന്ന തരം എന്തെങ്കിലും കോഴ്സുണ്ടോ അവന് പറ്റിയത്. അങ്ങനെ ചോദിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ആ കോളേജിൽ ചെല്ലുവാണ്. കോളേജിൽ ചെല്ലുമ്പം എൻ്റെ കയ്യിൽ കാശുരൂപമുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത്, ചേട്ടനും ഞാനും ഇവനും കൂടി. അവിടെ ചെന്ന് കോഴ്സുകളെക്കുറിച്ചൊക്കെ ഇങ്ങനെ അറിഞ്ഞു. അധ്യാപകരൊക്കെ നന്നായിട്ട് പറഞ്ഞൊക്കെ തന്നു. അപ്പോൾ ഇവനോട് അധ്യാപകരൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പം ഇവനോട് പറയുകയാണ്, മോനെ നിനക്ക് ലാംഗ്വേജ് നിൻ്റെ കയ്യിലുണ്ട്, അപ്പം ഇംഗ്ലീഷ്, മലയാളം, തമിഴ് നന്നായിട്ട് അവൻ കൈകാര്യം ചെയ്യും. അപ്പം മോൻ്റെ കയ്യിൽ ലാംഗ്വേജസ് ഉണ്ടല്ലോ, അപ്പം മോന് പറ്റും. മോൻ്റെ അത്രയും കഴിവുകളില്ലാത്ത കുട്ടികൾ പോലും നല്ല മാർക്കോടുകൂടി ഇവിടുന്ന് പാസ്സായിട്ടുണ്ട്. അങ്ങനെ അവനെ എൻകറേജ് ചെയ്തു. അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ അധ്യാപകർ അവനോട് ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് അവനൊരു ഇലക്ട്രോണിക്കൽ എൻജിനീയറിംഗ് എന്നും പറഞ്ഞൊരു കോഴ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇവൻ അതിലങ്ങ് പിടിച്ചു. അപ്പം എനിക്കങ്ങ് വെപ്രാളമായി. ഞാൻ പറഞ്ഞു, ഒത്തിരി പഠിക്കാനുണ്ട്, ഒത്തിരി എഴുതാനുണ്ട്, നിന്നെക്കൊണ്ട് അത് പറ്റുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അതിൽ തന്നെ ഉറച്ചു നിന്നപ്പം അവൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു, അവൻ പറഞ്ഞെങ്കിൽ അവൻ്റെ ഇഷ്ടത്തിന് വിടണം, ബാക്കി മാതാവ് നോക്കിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. ഇതിനിടയ്ക്ക് ഒന്ന് പറയാൻ വിട്ടുപോയി. ഈ ഹെവി ഡോസ് മരുന്നൊക്കെ കഴിച്ച് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ വേദനയ്ക്കിടയിൽ +1 പഠിക്കുമ്പോൾ അവന് പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ഇതുപോലെ കൃപാസനത്തിൽ വരാൻ ഞങ്ങൾ 3 മണിക്ക് എണീറ്റ് ഒരുങ്ങി കുളി കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് ഫിക്സ് വന്നു. ഭയങ്കര തണുപ്പായിരുന്നു അവിടെ. അപ്പോൾ അത് വേദനയ്ക്ക് മുകളിൽ വേദനയായി. അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഹെവി ഡോസ് ഗുളികയുടെ കൂടെ മറ്റേ ഫിക്സിൻ്റെ രാവിലെയും വൈകിട്ടും ഓരോ ഡോസും കൂടി. അപ്പം പിന്നീട് അവൻ സംസാരിക്കാതായി, ആരോടും സംസാരിക്കത്തില്ല. എപ്പോഴും അവൻ എപ്പോൾ ചെന്നാലും റൂമിൽ കയറി അവൻ കിടക്കുന്ന കാണാം. വീട്ടിലെപ്പോഴും അവൻ കിടപ്പാണ്. അത് കണ്ടാൽ നമുക്ക് സഹിക്കുകയില്ല, അതുപോലെ ഒരു വിഷമം. അങ്ങനെ അവൻ കോളേജിൽ പോയി അത്യാവശ്യം നല്ല ആക്റ്റീവായി, എല്ലാവരുമായിട്ട് കൂട്ടുകൂടുന്നു. ഇവനെ എല്ലാവർക്കും ഇഷ്ടമാണ്, അധ്യാപകർക്കുമൊക്കെ എല്ലാവരോടും എപ്പോഴും ചിരിച്ച് സംസാരിക്കുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ കോളേജിൽ പോയി ഒരു ദിവസം ജീസസ് യൂത്തിൻ്റെ ഒരു പ്രോഗ്രാമിന് അവനെ പറഞ്ഞു വിട്ടു. അങ്ങനെ പറഞ്ഞു വിട്ട് അവിടെ ഉറക്കം ഇളച്ചതിൻ്റെ അന്നാന്ന് തോന്നുന്നു. അന്ന് രാവിലെ 6 മണിയായപ്പോൾ എഴുന്നേറ്റപ്പോൾ വീണ്ടും അവന് ഫിക്സ് വന്നു. ഫിക്സ് വന്ന് 2ാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ ഭയങ്കര വിഷമമായി. ഞങ്ങളെല്ലാവരും അങ്ങ് വിഷമിച്ചിരുന്നു. 2-3 ദിവസമായിട്ടും അവനങ്ങ് അസുഖമൊന്നും മാറുന്നില്ല. പെട്ടെന്ന് ഞങ്ങൾ ഇവനെയും കൂട്ടി എല്ലാവരുമായിട്ട് കൃപാസനത്തിൽ വന്നു. അവന് നിൽക്കാൻ മേല, കുഴഞ്ഞു പോന്നു. ചേട്ടൻ അവനെ താങ്ങി പിടിച്ചുകൊണ്ട് അവൻ തന്നെ ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി. പിന്നീട് അവൻ്റെ പ്രാർത്ഥനാ ജീവിതമൊക്കെ എന്നെ ഒക്കെ അതിശയിപ്പിക്കുന്ന പോലെ ആയിരുന്നു. ഞാൻ പ്രാർത്ഥനയിൽ ഉഴപ്പുന്നത് പോലെ എനിക്ക് തോന്നുമ്പോൾ ഞാൻ ഇവനെ കാണുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ഊർജ്ജം വരാൻ തുടങ്ങി. രാത്രി 9-9:30 ആകുമ്പോൾ എല്ലാവരും കിടക്കാനായിട്ട് റൂമുകളിലേക്ക് പോകുമ്പം ഇവൻ തിരി കത്തിക്കുന്ന റൂമിൽ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിലിരുന്ന് സ്വന്തമായിട്ട് ജപമാല ചൊല്ലുക, അവൻ്റേതായ പ്രാർത്ഥനകൾ. രാവിലെ അവൻ എഴുന്നേക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ എല്ലാ പ്രാർത്ഥനകളും നടത്തി ഒരു 10-10 എപ്പോഴാണ് അവൻ കിടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഇരുന്ന് അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ. മാതാവ് അവനെ ചിരിച്ചു കാണിക്കുന്നു. ഒരു വിഷമം വന്നാൽ ഓടിപ്പോയി അവൻ ആ ഫ്രണ്ടിൽ പോയിരിക്കും. അപ്പം ഞാനവനെ വഴക്ക് പറഞ്ഞാലും അവൻ പറയും, എനിക്ക് മാതാവിനറിയാം ഞാൻ ആരാന്ന്, മാതാവിനറിയാം. എന്ത് പറഞ്ഞാലും അവൻ മാതാവിനറിയാം, ഈശോയ്ക്കറിയാം എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥനാ ജീവിതം നന്നായിട്ട് ബലപ്പെട്ടു. അതിനുശേഷം 3ാമത്തെ മാസം പുതുക്കിന് ഇവിടെ വന്നപ്പോൾ അവൻ ഒരു ഷോപ്പർ നിറച്ച് ഗുളികയാണ് അവൻ കഴിക്കുന്നത്. അവന് മൂക്കിനുള്ളിൽ സ്പ്രേ ചെയ്യണം, ഇൻഹീലറുണ്ട്, ഗുളികകളുണ്ട്. ഒരു കെട്ട് നിറച്ച് അവൻ ഞങ്ങളുടെ ബാഗിനൊപ്പം അവൻ ആ കെട്ടും എടുത്തു. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവൻ ഈ മാതാവിനോട് പറഞ്ഞു, ഇനി മേലാൽ ഞാൻ ഈ മരുന്ന് കഴിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഗുളികകളെല്ലാം ഇവിടെ കൊണ്ട് കാണിച്ചിട്ട് പിന്നീട് അവനത് കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു.
ഇവൻ്റെ ഈ അസുഖവും ഇവൻ്റെ ആ ഫീലിങ്സൊക്കെ കണ്ടിട്ട് വിഷമം തോന്നി. അന്നേരം ഇവൻ പറഞ്ഞു, അമ്മ എന്തിനാണ് വിഷമിക്കുന്നത്? ഇവൻ അൾത്താര ശുശ്രൂഷയാണ് പള്ളിയിൽ. ഞാൻ ഈ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വീണ് മരിച്ചാൽ ഈശോയ്ക്ക് എന്ത് സന്തോഷമാണെന്നറിയാവോ? അമ്മയ്ക്കും ഒത്തിരി സന്തോഷമാവും, നമുക്ക് എല്ലാവർക്കും. അതിൽ വരെ ഒരു നല്ല മരണമുണ്ടോ അമ്മേ എന്ന് ചോദിച്ചാൽ പിന്നീട് അവൻ മരണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ സംസാരിച്ചപ്പോൾ ഞാൻ ഒരമ്മയെന്നുള്ള നിലയിലുള്ള എൻ്റെ വേദനകളെല്ലാം പോയി. ഇപ്പോൾ എനിക്ക് അവനെ ഓർത്തൊരു വിഷമവുമില്ല, പപ്പായ്ക്കുമില്ല, ഞങ്ങൾക്ക് ആർക്കും അവനെക്കുറിച്ച് ഒരു വിഷമവുമില്ല. അവൻ ചുമച്ചാലോ അവൻ എന്ത് അസുഖം വന്നാലും ഞങ്ങൾക്കൊരു ടെൻഷനും ഇല്ല. ഇപ്പം അവൻ അമ്മയുടെ കരങ്ങളിലാണ്, അമ്മയാണ് അവനെ സംരക്ഷിക്കുന്നത്. അതുപോലെ തന്നെ എക്സാം +2-നും 10ാം ക്ലാസ്സിലും സ്ക്രൈബ് എഴുതിയതുകൊണ്ട് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അവൻ ഇവിടെ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, ഞാൻ ജയിക്കുമോ ഇല്ലയോ എന്നറിയത്തില്ല, പക്ഷേ ഞാൻ ഇത്തവണ പരീക്ഷ എഴുതും എന്ന് പറഞ്ഞു. അങ്ങനെ ഇലക്ട്രോണിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും അവൻ തന്നെ എഴുതിയിട്ടുണ്ട്. ഇതുവരെ റിസൾട്ട് വന്നിട്ടില്ല, ജയിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, അത് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. അവൻ എഴുതി. അവൻ്റെ ആഗ്രഹപ്രകാരം മാതാവിനോട് പറഞ്ഞതുപോലെ മാതാവ് അവനെ കൊണ്ട് ആ പരീക്ഷ എഴുതിപ്പിച്ചു. അതുപോലെ തന്നെ അവൻ്റെ കോൺഫിഡൻസ് ലെവല്, അവനെ സംസാരിക്കും, നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ എന്താടാ നിനക്ക് വയ്യേ, എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ തന്നെ പറയാം, അത് മാതാവ് നോക്കിക്കോളും, ഈശോ നോക്കിക്കോളും, അമ്മ എന്തിനാ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുന്നത്. അപ്പം എല്ലാ കാര്യങ്ങൾക്കും ഒരു കോൺഫിഡൻസ് ലെവൽ കൂടിയിട്ടുണ്ട് അവൻ്റെ. പണ്ട് ഇവൻ അങ്ങനെ ആയിരുന്നില്ല. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത ആ ദിവസങ്ങളിലൊക്കെ എനിക്ക് മൈഗ്രെയിൻ്റെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. വണ്ടിയെ കയറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിലൊക്കെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഭയങ്കര അതിശക്തമായിട്ടുള്ള തലവേദന ഉണ്ടായിരുന്നു. അത് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തതിന് പോയതിന് ശേഷം അതെപ്പോഴാണ് വിട്ടുപോയതെന്ന് എനിക്കറിയില്ല. അതിനുശേഷം അതുപോലുള്ളൊരു തലവേദന വന്നിട്ടില്ല. എനിക്ക് ഉപവാസം എടുത്താലോ അല്ലെങ്കിൽ അങ്ങനെ വിശന്നിരുന്നാൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. 15 വർഷം പഴക്കമുണ്ടായിരുന്നായിരുന്നു. അത് മാതാവ് എനിക്ക് മാറ്റി തന്നു. അതുപോലെ ഞങ്ങളുടെ വീടൊരു കുന്നിൻ്റെ ചെരുവിലാണ്. അപ്പോൾ 19 വർഷമായിട്ട് അവിടെ ഞങ്ങൾക്ക് വഴിയില്ല. ഞങ്ങളൊരു ഊടുവഴിയിൽ കൂടിയാണ് കയറി പോകുന്നത്. കുടയൊക്കെ പിടിച്ചുകൊണ്ടൊന്നും, നമുക്ക് മഴയത്ത് കുട പിടിച്ചുകൊണ്ടൊന്നും നടക്കാൻ പറ്റാത്ത ഒരു ഊടുവഴി. അപ്പോൾ അതങ്ങനെ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പല സാക്ഷ്യങ്ങളിലും ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഉപ്പ് വിതറി കാശുരൂപം കൊണ്ടേ കുഴിച്ചിട്ടു, അപ്പോൾ നമുക്ക് വഴി ലഭിച്ചു എന്ന്. അപ്പം ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു പോയി. ഒരു ദിവസം എനിക്കിങ്ങനെ തോന്നി, ഞാൻ എൻ്റെ വഴിയിലുടനീളം ഉപ്പ് വിതറി വിശ്വാസപ്രമാണം ചൊല്ലി ജോലിക്ക് പോകുന്ന വഴിക്ക് അങ്ങനെ ചെയ്തുകൊണ്ട് പോയി. അതിനുശേഷം കയ്യിലുണ്ടായിരുന്ന ഒരു കാശുരൂപം ആ പോകുന്ന വഴിക്ക് കല്ലുകളൊക്കെ ഇളക്കി കിടന്നു. അതിനിടയിലോട്ട് ആ കല്ലുകൾക്കിടയിൽ നിക്ഷേപിച്ചിട്ട് വേറൊരു കല്ലെടുത്ത് അടച്ചു വെച്ചു, ആരും ചവിട്ടാതിരിക്കാൻ. അങ്ങനെ പോയി ജോലിയും കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ വന്നു. രാത്രിയായപ്പം പെട്ടെന്ന് ഓർക്കാപ്പുറത്തൊരു മഴയും ഒരു വെള്ളപ്പൊക്കവും. അത് കുമ്മളി വനത്തിനുള്ളിൽ എവിടെയോ ഉരുള് പൊട്ടിയിട്ട് ആരും പ്രതീക്ഷിക്കുന്നില്ല. അന്നേരം മഴക്കാലമൊന്നും അല്ല. അങ്ങനെ ഉരുള് പൊട്ടി വന്ന് ഞങ്ങളുടെ ആ ഉള്ള നടപ്പാലവും കൂടെ പോയി. അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ പറയാം, മാതാവേ, ഞാൻ നിന്നോടൊരു വഴി ചോദിച്ചപ്പോൾ നീ എൻ്റെ ഉള്ള വഴിയും കൂടി കളഞ്ഞോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ ഈ വഴിയും എല്ലാം നമുക്ക് കയറിപ്പോകുന്ന കുറേ ദൂരമുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ വളഞ്ഞു നിൽക്കുന്നു, ഭയങ്കര അപകടം പിടിച്ച സാഹചര്യമാണ് അവിടെ. അങ്ങനെ പിറ്റേന്ന് പൊതു അവധിയായിരുന്നു. പലരുടെയും വീടുകളിൽ വെള്ളം കയറി ഭയങ്കര പ്രശ്നമായി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി റോഡിൽ നിൽക്കുമ്പോൾ നമ്മുടെ MLA അവിടെ നമ്മളെ കാണാൻ വരുന്നു. അവരുമായിട്ടിങ്ങനെ മനുഷ്യരുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ കുറേ ജനം നിൽപ്പുണ്ട്. മനുഷ്യരുമായിട്ടിങ്ങനെ നിൽക്കുമ്പോഴാണ് മുല്ലപ്പെരിയാർ ഡാം കണ്ടിട്ട് റോഷി അഗസ്റ്റിൻ MLA അതിലേ കടന്നു പോകുന്നത്. യാദൃച്ഛികമായിട്ട് വന്നതാണ്. വന്ന് ഇവിടെ ആൾക്കാർ നിൽക്കുന്നത് കണ്ടപ്പോൾ എന്താണെന്ന് ചോദിച്ചു. ഉടനെ ഞങ്ങളുടെ വഴിയുടെ കാര്യം പറഞ്ഞു. ഉടനെ തന്നെ ആ റോഡ് വെട്ടാനുള്ള തീരുമാനമായി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടം വരെയും വഴി വെട്ടിയിട്ടിരിക്കുന്നു. അതിന് കോൺക്രീറ്റ് ചെയ്യോ ടാർ ചെയ്താലോ മതി, ഒരു പാലം പണിയേണ്ടതായിട്ട് കൊണ്ട് മാത്രം അതങ്ങനെ നിൽക്കുവാണ്. അപ്പം നമുക്ക് തകർച്ചകൾ വരുന്നത് പോലും നന്മയ്ക്കായിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഭയങ്കര സന്തോഷമാണ്. ഇപ്പം നമുക്ക് കുട പിടിച്ച് കയറിപ്പോകാം. ഞാൻ ഞങ്ങളുടെ BRCക്ക് കീഴെ നമ്മുടെ ഹിന്ദി കുട്ടികളുടെ അന്യസംസ്ഥാന കുട്ടികളുടെ വോളണ്ടിയറായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതിവിടെ മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് മാതാവ് തന്ന ജോലിയാണ്. അതിനധികം ശമ്പളമൊന്നുമില്ല, എങ്കിലും ഒരു വരുമാനം എന്നുള്ള നിലയിൽ ഞാൻ സന്തോഷത്തോടു കൂടിയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കൊറോണയായി. അപ്പം കൊറോണ സമയത്ത് ഞാൻ ശരിക്കും പഠിച്ചത് എനിക്കറിയാവുന്ന ഫാഷൻ ഡിസൈനിങ് ആണ്. വെഡ്ഡിങ് സാരിയിലൊക്കെ വർക്ക് ചെയ്യാനാണ് എനിക്കറിയാവുന്നത്. അപ്പോൾ ഞാനൊരു സ്കൂളിലേക്ക് ഇങ്ങനെ ജോലി കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഈ കുട്ടികൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ, എന്തെങ്കിലും ഒന്ന് പഠിക്കണം, ടീച്ചിങ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് പഠിക്കണം എന്നൊരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു.
അങ്ങനെ ഇരിക്കുമ്പോൾ കൊറോണ സമയത്ത് ഞാൻ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് TTC NTTCയും ചെയ്തു. അങ്ങനെ ചെയ്ത് അതിനുശേഷം കോഴ്സൊക്കെ കംപ്ലീറ്റായി എക്സാമൊക്കെ എഴുതി സർട്ടിഫിക്കറ്റ് വരാൻ താമസിച്ചു. ഞാൻ സാധാരണ പോലെ കൊറോണ കാലം കഴിഞ്ഞ് ജോലിക്ക് പോയി തുടങ്ങി. ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങളുടെ അക്കാഡമിയിൽ നിന്ന് കൊടുത്ത കൊരിയർ വരുവാണ് സ്കൂളിലേക്ക്. സ്കൂളിൽ കൊരിയർ വന്നു. അങ്ങനെ എൻ്റെ ആ മാർക്ക് ലിസ്റ്റൊക്കെ കണ്ടപ്പോൾ സാർ എന്നെ പ്രോത്സാഹിപ്പിച്ചു. പോയി അംഗൻവാടിയുടെ ഇൻ്റർവ്യൂ വരുന്നുണ്ട്, പോയി അറ്റൻഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു, ഏജ് ഓവറൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് ജോലി എന്നോർത്തു. സാർ എന്നെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു. ഞാൻ പോയി ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് റാങ്ക് ലിസ്റ്റ് പുറത്ത് വന്നത്. 7ാം റാങ്കിൽ ഞാനുണ്ടായിരുന്നു. അങ്ങനെ പ്രതീക്ഷിക്കാതെ ഒത്തിരിയേറെ പേരിങ്ങനെ ഇടിച്ച് നിൽക്കുകയായിരുന്നു ആ ജോലിക്ക്. എനിക്കറിയില്ല, ഇവനും ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്കൊരു സ്ഥിരം ജോലിയെന്ന്. അങ്ങനെ ഒരു ഓർക്കാപ്പുറത്ത് എനിക്ക് സ്ഥിര നിയമനം കിട്ടി. ഒക്ടോബർ 14-ാം തീയതി ഞാൻ സ്ഥിരമായിട്ട് ജോയിൻ ചെയ്തു അംഗൻവാടിയിൽ. അങ്ങനെ പിന്നെയും ഉണ്ട് ചെറുതും വലുതുമായിട്ട് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ. 6 നിയോഗങ്ങളാണ് എഴുതേണ്ടതെങ്കിലും എനിക്ക് 6 അല്ല, 600 അല്ല, 6000 അല്ല. ഒരു ദിവസം ഞാൻ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അനുഗ്രഹങ്ങളുടെ ഒരു പേമാരി എന്ന് പറയാം, അതുപോലെ എനിക്ക് അനുഗ്രഹങ്ങളാണ് എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒത്തിരിയേറെ സങ്കടങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പം എനിക്ക് എല്ലാ ദിവസവും ഒന്നും കുർബാനയ്ക്ക് പോകാൻ പറ്റിയല്ല. ഞങ്ങൾക്ക് വീട്ടിൽ നിന്നും 9 കിലോമീറ്റർ അപ്പുറയാണ് ഇടവകപ്പള്ളി. അപ്പോൾ ഞങ്ങൾ ജോലിയും കഴിഞ്ഞ് ചൊവ്വായും വെള്ളിയുമുള്ള വൈകുന്നേരത്തെ കുർബാന ഒരിക്കലും ഞങ്ങൾ മുടക്കാറില്ല. അപ്പോൾ അങ്ങനെ സ്കൂൾ വിട്ട് പോയി ആ വിശുദ്ധ കുർബാനയുടെ നിത്യാരാധന ചാപ്പലിൽ പോയി ഇരുന്ന് ഈശോയുടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ പ്രതിസന്ധികൾ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്, നമ്മളെ ചുറ്റുപാടും പ്രശ്നങ്ങളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഈശോയോട് പറയും, എൻ്റെ പ്രതിസന്ധികളാകുന്ന ശത്രുക്കളെ നിൻ്റെ പാദത്തിന് കീഴിലാക്കുവോളം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് എപ്പോഴും ഞാൻ പറയുമായിരുന്നു. അതുപോലെ തന്നെ വിശുദ്ധിയിൽ ഉടമ്പടി ജീവിക്കുന്ന ഒത്തിരിയേറെ പേര് വരുന്ന സ്ഥലമാണ് കൃപാസനം. ആ വിശുദ്ധിയോടുകൂടി ജീവിക്കുന്ന ആൾക്കാർക്ക് വിളമ്പുന്ന മേശയിൽ നീ വിളമ്പുന്നുണ്ടല്ലോ ഈശോയെ, അതിൽ നിന്ന് താഴെ വീഴുന്നതൊക്കെ കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടോളാം. ഞാൻ എന്നാലും നിന്നെ ഈശോ മാതാവിനെയും വിട്ട് ഞാൻ പോകത്തില്ല എന്നെപ്പോഴും ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു വിഷമങ്ങൾ കൂടുമ്പോൾ. പക്ഷെ ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേദനകളും വരുമ്പോൾ എൻ്റെ വേദനകൾക്കൊക്കെ കുമ്പസാരക്കൂട് വരെയുള്ള ദൂരമേ ഉള്ളൂ. കുമ്പസാരക്കൂട്ടിൽ പോയി ഒന്ന് കുമ്പസാരിച്ച് ഒന്ന് കരഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞാൻ പഴയ ആളാവും. അപ്പോൾ ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഒക്കെ തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടുത്തെ കിട്ടുന്ന പത്രങ്ങൾ വാങ്ങി എസ്റ്റേറ്റ് മേഖലകളിലേക്ക് പോകും. കൂടുതൽ തമിഴ് പത്രങ്ങളാണ് ഞാൻ വാങ്ങുന്നത്. എല്ലാവർക്കും കൊണ്ടേ കൊടുത്തിട്ട് ഞാൻ പത്രങ്ങൾ കൊണ്ട് കൊടുത്ത് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞ് ഒത്തിരിയേറെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്നും എൻ്റെ കൂടെ വന്നിട്ടുണ്ട് കുറച്ച് പേര്. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് ഞാൻ 18 വർഷമായിട്ട് കാറ്റഗിസം ടീച്ചറാണ്. 20 വർഷമായിട്ട് ഞാൻ കൊയറിലുണ്ട്. അപ്പോൾ എപ്പോഴും ദേവാലയത്തോട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കാറ്റഗിസം പഠിപ്പിക്കുന്ന ടീനേജിലെ കുട്ടികളും അവരുടെ കുടുംബവുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്താൻ സാധിക്കുന്നുണ്ട്. മറ്റുള്ളവർ വേദനിക്കുന്നവരെ കേൾക്കാൻ കൂടുതലും എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ വിളി അതാണെന്ന്. ഒത്തിരിയേറെ പേരെ കേൾക്കാനും അവരോട് സംസാരിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും. ഇപ്പം ഞങ്ങൾക്ക് തനിച്ചൊരു പ്രശ്നമില്ല, എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റേതെന്നില്ല. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഇത്രയധികം അനുഗ്രഹങ്ങൾ നൽകിയ ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു.